മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ നിന്നും ജയിച്ച NCPയുടെ MP സുനിൽ തഡ്കരെ NDA മുന്നണി വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അജിത് പവാറിൻ്റെ കൂടെയുള്ള NCP MP-യാണ് സുനിൽ തഡ്കരെ. അജിത് പവാറിൻ്റെ പാർട്ടി MLA-മാർ 19ഓളം പേർ ഇപ്പോൾ അജിത് പവാർ പക്ഷം ഉപേക്ഷിച്ച് ശരത് പവാറിൻ്റെ പക്ഷത്തേക്ക് വരുമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അത് വെറുതെ പറയുന്നതാണെന്നുള്ള വാർത്തകൾ അജിത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞുവെങ്കിലും ഇന്നിതാ അവർ തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ 5ഓളം MLA-മാർ യോഗത്തിനെത്തിയില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ വാർത്തകൾ ചെയ്തതാണ്. ആ വാർത്തയ്ക്ക് വന്നതിന് ശേഷമുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം അജിത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ MLA-മാർ ശരത് പവാറിൻ്റെ ഭാഗത്തേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. കാരണം ശരത് പവാറാണ് NCP കെട്ടിപ്പടുത്തത്. പക്ഷേ അധികാരത്തിൻ്റെ അപ്പക്കഷണം തേടിയുള്ള യാത്രയിൽ അജിത് പവാർ പക്ഷത്തേക്ക് 40ഓളം MLA-മാർ ശരത് പവാറിനെ ഉപേക്ഷിച്ച് വന്ന് BJP-യോടൊപ്പം ചേർന്ന് സർക്കാരിൻ്റെ ഭാഗമായി മാറി. കുറച്ച് മന്ത്രിമാരെയും അവർക്ക് ലഭിച്ചു. പക്ഷേ ഈ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ പക്ഷത്തെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന രീതിയാണ് NDA-യുടെയും പ്രത്യേകിച്ച് BJP-യുടെയും ഷിൻഡെ വിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന ഒരു നീരസം അത് അജിത് പവാറിനെ വീണ്ടും തൻ്റെ രാഷ്ട്രീയ കാരണവരായ ശരത് പവാറിൻ്റെ പക്ഷത്തേക്ക് തന്നെ ചാഞ്ചാടാൻ അല്ലെങ്കിൽ ചായ്വ് വരുത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് ഏകദേശം തയ്യാറാകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് MLA-മാർ ആദ്യം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും പിന്നീട് ശരത് പവാറിനെ തേടിയുള്ള ഒരു യാത്രയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതും. ഇത് ശരിയാണെന്ന വാർത്ത വന്നതോടുകൂടി അവരുടെ ഏക MP റായ്ഗഡിൽ നിന്നുള്ള അവരുടെ ഏക MP സുനിൽ തഡ്കരെ NDA മുന്നണി വിട്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് പോകും എന്നുറപ്പാണ്. അജിത് പവാർ പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. അതിൽ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാർ മത്സരിച്ച ബാരാമതി സീറ്റിൽ അവിടെ BJP പ്രവർത്തകരും നേതാക്കന്മാരും അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലേക്ക് വോട്ട് മറിച്ചതായി അദ്ദേഹം ആരോപിക്കുന്നു. അതുപോലെ തന്നെ നാസിക്കിൽ ഷിൻഡെയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ അജിത് പവാർ പ്രവർത്തിച്ചുവെന്നും അജിത് പവാറിൻ്റെ സഹായം അവിടെ ലഭിച്ചില്ല എന്നുമുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ തർക്കങ്ങളെല്ലാം വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിനിടയിൽ ഇനി ഒക്ടോബർ മാസത്തിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യഥാർത്ഥ NCP അത് അജിത് പവാറിൻ്റേതാണ് എന്നുള്ള ചില വിധികൾ വന്നിരുന്നു. എന്നാൽ ശരത് പവാർ ഇതിനോട് കൂടുതൽ പ്രതികരിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു. 8 സീറ്റാണ് ശരത് പവാറിൻ്റെ NCP മഹാരാഷ്ട്രയിൽ നേടിയിരിക്കുന്നത്. വെറും ഒരു സീറ്റിലൊതുങ്ങി അജിത് പവാർ. അതുകൊണ്ട് തന്നെ ഇനി BJP-യെയും ഷിൻഡെ ശിവസേനയെയും കാത്തുനിന്നാൽ വരാനിരിക്കുന്ന ഒക്ടോബർ മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അജിത് പവാറിൻ്റെ പാർട്ടി NCP 0-ലേക്ക് കടക്കും എന്നുള്ള വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ തൻ്റെ പഴയ തട്ടകമായ പവാർ പക്ഷത്തേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് ഏകദേശം ഉറപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് തൻ്റെ കൂടെയുള്ള ഏക MP സുനിൽ തഡ്കരെയും കൂട്ടി അദ്ദേഹം ശരത് പവാറിനൊപ്പം പോകാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒരുപക്ഷെ NDA-ക്ക് ഒരു MP-യെ നഷ്ടപ്പെട്ടേക്കാം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആദ്യം തന്നെ വലിയ കല്ലുകടിയാണ് NDA-യിൽ മുഴുവനായും കാണുന്നത്. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എങ്ങനെയെല്ലാം അനുനയിപ്പിച്ച് സർക്കാർ ആരംഭിക്കുമ്പോൾ തന്നെ ചില ഭാഗത്തു നിന്ന് NDA-യോടൊപ്പം നിന്നിരുന്ന കക്ഷികൾ ഇന്ത്യ പക്ഷത്തേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് ഏതായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ല.